വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഹലോ, നന്ദഗോവിന്ദം ഭജൻ ടീംസ് യവന്മാർ കാണിക്കുന്നത് വെറും ശുദ്ധ പൗക്കത്തരം മാത്രമാണ് ഗൈസ്. ട്രാവൽ വിത്ത് സബാൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് സബാൻ. അപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻ ടീംസിന് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? മനഃപൂർവം വർഗീയത വരുത്തുവാൻ വേണ്ടി തന്നെ ഇവന്മാർ കരുതിക്കൂട്ടി പാടിയതല്ലേ ഈ പാട്ട്. അമ്പലത്തിൽ എന്തിനാണ് ഭക്തിഗാനം, പള്ളിയിലെ ക്രിസ്തീയ ഭക്തിഗാനം പാടുന്നത്? എന്തിന്? അമ്പലത്തിലെ പാട്ട് പാടിയാൽ പോരെ പോരെ പോരെ. നന്ദഗോവിന്ദം ഭജൻ ടീംസിന് ഇപ്പോൾ ഉള്ള റീച്ച് പോരാ. അത് അവർക്കിപ്പോൾ കുറച്ചുകൂടെ റീച്ച് വേണം. അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് സൈക്കോളജിക്കൽ മൂവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ ഭക്തിഗാനം പാടി അതിൻ്റെ ഇടയ്ക്ക് ക്രിസ്തീയ ഭക്തിഗാനം പാടിയത് അവിടുത്തെ സംഘിക്കൂട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പോൾ സംഘിക്കൂട്ടന്മാർ അതിൽ ഇടപെട്ടു, പാട്ട് നിർത്തിച്ചു. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. എന്തുകൊണ്ടായിരിക്കും സംഘിക്കൂട്ടന്മാർക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടാത്തത്? ആ ഭക്തിഗാന അമ്പലത്തിലെ ഗാനമേള കേൾക്കാൻ വന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാനും എല്ലാം പള്ളിയിലെ അച്ഛന്മാരൊക്കെ അനുമതി നൽകി എല്ലാവർക്കും വണ്ടിയൊക്കെ ഇടാൻ സമ്മതിച്ചു. അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണെന്നാണ് പറയുന്നത് ഈ നന്ദഗോവിന്ദം ഭജൻ ടീംസ് പാട്ട് പാടിയത്. ഓക്കെ, ഭക്തിഗാനം പാടി, ക്രിസ്തീയ ഭക്തിഗാനം ഏതോ ഒരെണ്ണം പാടി. അപ്പോൾ അത് സംഘിക്കൂട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. സംഘിക്കൂട്ടന്മാർ വാളെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. നിർത്തറാതിൻ്റെയൊക്കെ എന്നും പറഞ്ഞ് വിഷയം ഉണ്ടാക്കിയെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞ സുഹൃത്തുക്കളെ. ഈ അവസരത്തിൽ നമുക്ക് തോന്നുന്ന വിഷയം നമ്മൾ തുറന്നു തന്നെ പറയുകയാണ് സുഹൃത്തുക്കളെ. ഇവർക്ക് ഈ നന്ദഗോവിന്ദം ഭജൻ ടീംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല റീച്ചുണ്ട്. നല്ല റീച്ച് എന്ന് പറഞ്ഞാൽ നല്ല റീച്ചുണ്ട്. അവർക്ക് ഉള്ള റീച്ച് മുതലെടുത്തുകൊണ്ട് സംഘിക്കൂട്ടന്മാർ ഒന്ന് ആളാവാൻ നോക്കിയാണ്. അതെ, അങ്ങ് മണിപ്പൂരിൽ നടന്നതുപോലെ കേരളത്തിലും നടത്താമെന്ന് തീരുമാനിച്ച് സംഘിക്കൂട്ടന്മാർ, ഒരു 5-6 സംഘിക്കൂട്ടന്മാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ് സുഹൃത്തുക്കളെ? സംഘിക്കൂട്ടന്മാരെ, ഇത് മണിപ്പൂരല്ലടാ, ഇത് കേരളമാണ്, കൊച്ചു കേരളം. ഇവിടെ അതൊന്നും നടക്കില്ലടാ മക്കളെ. അപ്പം നിങ്ങൾ വിചാരിച്ച പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. അപ്പോൾ സംഘിക്കൂട്ടന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ നന്ദഗോവിന്ദം ഭജൻ ടീംസിന് നമ്മളുടെ ഈ ട്രാവൽ വിത്ത് സബാൻ്റെ വക 1000 ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. ഇനിയും നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളെ പാട്ടുപാടാൻ വിളിക്കുകയാണെങ്കിൽ നിങ്ങളിതുപോലെ മറ്റുള്ള അമ്പലങ്ങളിലൊന്നും പോയി ഇതാണെങ്കിൽ ഭക്തിഗാനം പാടുമ്പോൾ ക്രിസ്തീയ ഭക്തിഗാനം പ്രത്യേകിച്ച് പാടാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഹിന്ദുസിന് അവർക്കിഷ്ടമാണ് പാട്ട്. ഹിന്ദുക്കളെന്ന് പറയുമ്പോൾ അവർ എല്ലാ ദൈവങ്ങളെ ആരാധിക്കുന്നൊരു വ്യക്തികളാണ്. അതെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മതത്തിലായാലും അവർ പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മുസ്ലിം പള്ളിയിലായാലും അവർ വഴിയെ പോകുമ്പോൾ നേർച്ച. എനിക്കറിയാവുന്ന ഒരുപാട് ഡ്രൈവേഴ്സൊക്കെ ഉണ്ട്. ഡ്രൈവേഴ്സ് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. വണ്ടിക്കകത്ത് പോകുമ്പോൾ തന്നെ അവർ നേർച്ച, മുസ്ലിം പള്ളി കാണുമ്പോൾ നേർച്ച ഇട്ടിട്ടാണ് അവർ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തുടരട്ടെ. നന്ദഗോവിന്ദം ഭജൻ ടീംസിനോടൊരു എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് ഇത് കണക്കുള്ള സംഘിക്കൂട്ടന്മാർക്ക് മാത്രം ഇഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തുള്ള പാട്ടുകളൊന്നും അവർ പാടാതിരിക്കുക, ക്ഷമിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഓക്കെ, അതെ, ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനകരമായ നമ്മുടെ ഒരു പുതിയൊരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലിട്ട ഒരു പോസ്റ്റാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രചോദനം തന്നത്. ആ പോസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഞാൻ ഈ സൈഡിൽ വയ്ക്കാം ആ പോസ്റ്റ്. ഓക്കെ, നമുക്കത് വായിക്കാം. ക്വാളിറ്റിയുടെ സ്വന്തം മാണിക്യൻ എന്ന ഒരു ചാനൽ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ചാനലിൽ നിന്ന് നമ്മൾ ഈ പോസ്റ്റ് കടമെടുക്കുകയാണ്. താങ്കളുടെ പ്രോഗ്രാം നടത്തുവാൻ പള്ളി ഗ്രൗണ്ട് നൽകാമെന്ന് പറഞ്ഞ താങ്കളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വന്നവർക്ക് കാർ പാർക്ക് ചെയ്യുവാനായി പള്ളി ഗ്രൗണ്ട് വിട്ടു നൽകിയ പള്ളി കമ്മിറ്റിയോട് നന്ദി സൂചകമായി നന്ദഗോവിന്ദം ഭജൻ ടീംസ് അവരുടെ ഭജന പാടുന്നതിനിടയിൽ ഒരു ക്രിസ്തീയ ഗാനം പാടി കേട്ടു. അതിഷ്ടമാകാതെ അവർക്കിടയിൽ വാളെടുത്തവരോടാണ് ഈ മണ്ണിൽ പാട്ടുകൾ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭായി. ശബരിമലയിലെ അയ്യപ്പൻ ഉറങ്ങുന്നത് ഒരു ക്രിസ്ത്യാനി പാടുന്ന പാട്ട് കേട്ടിട്ടാണ്. രാമ 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 ജാനകി ജാനേ രാമ ജാനകി ജാനേ കഥന നിധാനം
നാഹം ജാനെ എന്നെഴുതിയ യൂസഫ് അലി കച്ചേരിയാണ്. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ എന്ന എക്കാലത്തെയും മികച്ച വരികളിലൊന്നായ ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയ ആളുടെ പേര് KS ചിത്ര എന്നാണ്. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദ പത്മം ജാനി മോക്ഷദായകം സരയൂ നദി പോൽ തിരയും ആത്മാവിൻ നാരായൺ എന്ന പാട്ടിന് ജീവനേകിയ ആളുടെ പേര് ജോൺസൺ മാസ്റ്റർ എന്നാണ്. കരുണാമയനെ കാവൽ വിളക്കി കരുവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണമേ അഭയം നൽകണമേ എന്നെഴുതിയ മനുഷ്യൻ്റെ പേര് ഗിരീഷ് പുത്തഞ്ചേരി എന്നാണ്. ഇതെല്ലാം മാറ്റണം. ഇനി മുതൽ ഒരു പാട്ട് എഴുതുന്നവനും പാടുന്നവനും സംഗീതം നൽകുന്നവനും ഒരേ ജാതിയും മതവുമാകണം എന്ന നിയമം കൊണ്ടുവരണം. ഇതെല്ലാം കൊണ്ടുവന്നിട്ടും പോരെ പാട്ടുകളുടെ ഇടയിൽ മതം കുത്തിക്കയറ്റി ഉണ്ടാക്കുന്നത്. ഇതുവരെയെങ്കിലും ഇവിടെയുള്ളവർ പാട്ടുകളുടെ പിന്നിൽ പേരുകളിലെ മതം ചികഞ്ഞ് പോകാതിരുന്നോട്ടെ. ഓക്കെ, അതുവരെയെങ്കിലും ഇവിടുത്തെ പാട്ടുകളിലെ വരികൾക്കിടയിൽ മതവും ജാതിയും തിരയാതെ പാട്ട് ആസ്വദിച്ചോട്ടെ. നോട്ട് കലയിലും കളിയിലും ജാതിയിലും മതവും തിരയുന്നവരോടും വെറും വെറുപ്പ് മാത്രം. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വാല്യുവബിൾ കമ്മ്യൂണിറ്റി പോസ്റ്റ്. ഓക്കെ, ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാനിതെടുത്തത്. അപ്പോൾ എല്ലാ സംഘിക്കൂട്ടന്മാർക്കും ആദരാഞ്ജലി നേരത്ത് ചെറിയൊരു വീഡിയോ ആഡ് ചെയ്യാം. ഇത് ഏത് ആനയാണെന്ന് പറയണം കേട്ടോ. എനിക്കറിയത്തില്ല. ഞാനിത് ആനയുടെ പുറകിന് പോയി അതിൻ്റെ വണ്ടിയുടെ ഫോട്ടോസ് ചെറുതായിട്ട് വീഡിയോസൊക്കെ കിട്ടി. പിന്നെ വേറൊരു ആനയെ കണ്ട്. ആ രണ്ട് ആനയുടെയും കണ്ടതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ക്ലിപ്പ് ഇട്ടേക്കാം. നിങ്ങളത് കണ്ടിട്ട് ഏത് ആനയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടുവെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ കമൻറ്റ് ബോക്സ് കാണുമ്പോഴാണ്. കാരണം എനിക്ക് കമൻറ്റ് ബോക്സിനകത്ത് അറിയാം നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ആനയുടെ പേര് പറയല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആനയാണ് ഒറ്റയാനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് മാണിക്യം എന്നാണ് ഗൈസ്. ഞാൻ ശിവരാജു ആയിരിക്കും എന്ന് വിചാരിച്ച് വന്ന് നിർത്തിയതാണ്. അല്ല, മാണിക്യം എന്നാണ് കേട്ടോ. ഓക്കെ, ശിവരാജു അല്ലേ? KL 50639. ഇതേതാണ് KL 5Z06